ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു നോമ്പ് കാലത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണല്ലോ. നോമ്പ് കാലം എന്നത് നമ്മിലേക്ക് തന്നെ നോക്കുവാനുള്ള കാലമാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ നമ്മുടെ ജീവിതയാത്രയിൽ ഇതുവരെ നമ്മൾ എങ്ങനെയായിരുന്നുവെന്നും ഇനി നമ്മൾ എപ്രകാരമായിരിക്കണമെന്നും തീരുമാനം എടുക്കുവാനുള്ള ഒരു സമയമായിട്ടാണ് ഈ നോമ്പ് കാലത്തെ നമ്മൾ കരുതേണ്ടത്. ഇന്നത്തെ അല്പനേരത്തേക്കുള്ള ചിന്തയ്ക്കായി എഴുതിയിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 51 അധ്യായം 7 വാക്യമാണ്. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. അനുതാപത്തിൻ്റെ സങ്കീർത്തനം എന്നാണ് 51 സങ്കീർത്തനം അറിയപ്പെടുന്നത്. ദാവീദ് രാജാവിനുണ്ടായ അനുതാപത്തിൻ്റെ പ്രാർത്ഥനയാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 7 വാക്യത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് നമുക്ക് വ്യക്തമാവുന്നത്. ഒന്നാമതായി പാപബോധം. ദാവീദ് രാജാവിന് നാഥാൻ പ്രവാചകനാൽ തൻ്റെ തെറ്റിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ സാധിച്ചു. അപ്രകാരം ഈ നോമ്പ് കാലത്ത് നമുക്കും നമ്മുടെ തെറ്റുകളെക്കുറിച്ച് ഒരു തിരിച്ചറിവുണ്ടാകണം. നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ എല്ലാം നാം പരിശോധിക്കണം. രണ്ടാമതായി ശുദ്ധീകരണത്തിനായുള്ള അപേക്ഷ. പഴയ നിയമകാലത്ത് ശുദ്ധീകരണം നടത്താൻ ഈസോപ്പ് തണ്ട് ഉപയോഗിച്ചിരുന്നു. പുറപ്പാട് പുസ്തകം 12 അധ്യായം 22 വാക്യത്തിൽ മോശ ഇസ്രായേൽ മൂപ്പന്മാർക്ക് ഈസോപ്പ് തണ്ടുകൊണ്ടുള്ള ശുദ്ധീകരണത്തിന് ആഹ്വാനം നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. നാമും ദൈവസന്നിധിയിൽ നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ ശുദ്ധീകരണത്തിൻ്റെ അനുഭവം നമുക്കും ഉണ്ടാകുന്നു. അതോടൊപ്പം ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിപൂർണമായ വിശുദ്ധിയാണ്. ദൈവത്തിന് മുമ്പിൽ ഒന്നും മറവായിരിക്കുകയില്ല. ഒരുപക്ഷെ നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവർ കണ്ടില്ലെന്ന് വന്നേക്കാം, എന്നാൽ ദൈവത്തിന് ഒന്നും മറവായിരിക്കുകയില്ല. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് നമ്മുടെ തെറ്റുകൾ നമുക്ക് ഏറ്റുപറയാം. മൂന്നാമതായി ദൈവത്തിൻ്റെ ക്ഷമയിലുള്ള പരിപൂർണ വിശ്വാസം. ദൈവത്തോട് അനുതാപ ഹൃദയത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് എത്ര വലിയ പാപമായാലും ദൈവം അത് പൂർണ്ണമായും നമ്മോട് ക്ഷമിക്കും. ആ ഒരു ഉത്തമ വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ വിശുദ്ധിയുടെ അനുഭവത്തിൽ നമ്മൾ എത്തുമ്പോൾ പഴയതെല്ലാം ഉപേക്ഷിച്ച് ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ എത്തിച്ചേരും. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയും ദാവീദിൻ്റെ പ്രാർത്ഥന പോലെ ആകുവാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ നോമ്പുകാലം ഞങ്ങൾക്ക് ആത്മപരിശോധനയുടെയും പുതുക്കത്തിൻ്റെയും സമയമാക്കി തീർക്കണമേ. ഞങ്ങൾ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ ചിന്തകൾ ശുദ്ധവും ഞങ്ങളുടെ വാക്കുകൾ വിശുദ്ധവും ഞങ്ങളുടെ പ്രവൃത്തികൾ നിൻ്റെ ഹിതപ്രകാരവുമായി തീരുവാൻ സഹായിക്കണമേ. ആമേൻ.